ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചു. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാനായിരുന്നു നിതീഷിന്റെ തീരുമാനം. അരുൺ പാറാട്ട് ചേരുകയാണ് ദുബായിൽ നിന്ന്. അരുൺ, ഏറെ സങ്കടത്തോടെയാണ് അമ്മ യുഎഇയിൽ എത്തിയത്. ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ നിതീഷ് കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ചർച്ച നടന്നത്? എന്തൊക്കെയാണ് ഈ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ? അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു വിപഞ്ചികയുടെ അമ്മ ഇന്ന് ഇപ്പോൾ യുഎഇയിൽ എത്തിയത്. ഇന്ന് രാവിലെയാണ് അവർ യുഎഇയിൽ എത്തിയത്. ഇതിനുശേഷം അവർ ഷാർജയിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അടക്കം നേരിട്ട് ചെല്ലുകയും അവിടെ നിന്ന് കണ്ട് തങ്ങളുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം യുഎയിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു അനുമതി ഇവിടെ നിന്ന് കുഞ്ഞിന്റെ അച്ഛനായിട്ടുള്ള നിതീഷിന് ലഭിച്ചത്. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ തന്നെ ഈ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വിപഞ്ചികയുടെ അമ്മ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും ഈ മൃതദേഹം സംസ്കരിക്കുന്നത് തടയുകയുമായിരുന്നു. ഈ ഇന്ത്യൻ കോൺസുലേറ്റ് ഈ നിതീഷിന്റെ സഹോദരനെയും നിതീഷിനെയും കോൺസുലേറ്റ് ചെയ്യുന്നത് നേരിട്ട് തന്നെ വിളിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഇവിടെ വെച്ച് മൃതദേഹം ഇന്ന് സംസ്കരിക്കേണ്ടതില്ല, ഈ സംസ്കരിക്കാൻ പാടില്ല എന്ന് തീരുമാനം ആയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൃതദേഹം തിരികെ മോർച്ചറിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും തുടർ ചർച്ചകൾ നടക്കും. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോൾ യുഎഇയിലും നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ടല്ലോ. ഈ നടപടിക്രമങ്ങൾ എങ്ങനെയാകും? യുഎഇയിലും ഇതുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിപഞ്ചികയുടെ അമ്മ. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വക്കീൽ മുഖാന്തരം പോലീസിനെ കാണുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തങ്ങളുടെ കൈവശമുള്ള തെളിവുകളെല്ലാം തന്നെ കൈമാറുമെന്നും അമ്മ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വിപഞ്ചികയുടെ അമ്മ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിനെ സമീപിക്കുക. ഈ യുഎഇയിലുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ഈ അമ്മ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും. ഇതിനുശേഷം നാളെ ഇപ്പോൾ ഷാർജ പോലീസുമായി ബന്ധപ്പെട്ട് ഇത് പരാതി നൽകും, തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ അവർ സമർപ്പിക്കും. ഇതിനുശേഷം പോലീസ് ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിജീഷിന്റെ പാസ്പോർട്ട് റദ്ദാക്കി വിജീഷിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിയമ നടപടികൾക്ക് ഹാജരാക്കണം. അവിടെ നൽകിയിരിക്കുന്ന കേസുകൾ നാട്ടിൽ തന്നെ വിചാരണ നടപടികൾ തുടങ്ങണമെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അധികാരികൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ വിപഞ്ചികയുടെ അമ്മയും അതോടൊപ്പം തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ആളുകളും പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും ഇതിന് ശേഷമായിരിക്കും ഇപ്പോൾ വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവേണ്ടതുണ്ട്. വിപഞ്ചികയുടെ മൃതദേഹം ലഭിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം എംബാമിംഗ് നടപടി പൂർത്തിയാക്കി വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ ഇപ്പോഴും ഇവിടെ യുഎഇയിൽ കഴിയുന്നത്. ശരി അരുൺ, വ്യക്തമാണ്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം. വിപഞ്ചികയുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.